ഹായ് സ്റ്റുഡൻസ്, ഇന്ന് മെഷർ ഓഫ് സെൻട്രൽ ടെൻഡൻസിയിൽ മോഡ് കമ്പ്യൂട്ടേഷൻ ഓഫ് മോഡ് ഇൻ ഡിസ്ക്രീറ്റ് സീരീസിൽ മോഡ് എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യുന്നു എന്ന് നോക്കാം. ഇന്ന് കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞായിരുന്നു മോഡ് മോസ്റ്റ് ഫ്രീക്വൻ്റ്ലി ഒക്കറിങ് ഐറ്റമാണ് മോഡെന്ന് പറഞ്ഞു. ഇന്ന് മോഡ് ഡിസ്ക്രീറ്റ് സീരീസിൽ ഏത് രീതിയിലാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത് നോക്കാം. ഇൻഡിവിജ്വൽ സീരീസിൽ ഏറ്റവും കൂടുതൽ പ്രാവശ്യം റിപ്പീറ്റ് ചെയ്ത് വരുന്ന ഐറ്റമാണ് മോഡെന്ന് നമ്മൾ കണ്ടിരുന്നു. ഇവിടെ രണ്ട് രീതിയിലാണ് കമ്പ്യൂട്ട് ചെയ്യുന്നത്. സിമ്പിൾ ഇൻസ്പെക്ഷൻ മെത്തേഡ്, സെക്കൻഡ് ഗ്രൂപ്പിംഗ് ആൻഡ് അനാലിസിസ് ടേബിൾ മെത്തേഡ്. ഗ്രൂപ്പിംഗ് ആൻഡ് അനാലിസിസ് ടേബിൾ മെത്തേഡ്. ഗ്രൂപ്പിംഗ് ആൻഡ് അനാലിസിസ് ടേബിൾ മെത്തേഡ് രണ്ട് രീതിയിലാണ് ഇത് കാൽക്കുലേറ്റ് ചെയ്യാവുന്നത്. സിമ്പിൾ ഇൻസ്പെക്ഷൻ മെത്തേഡ്, ഗ്രൂപ്പിംഗ് ആൻഡ് അനാലിസിസ് മെത്തേഡ്. ഈ സിമ്പിൾ ഇൻസ്പെക്ഷൻ മെത്തേഡിൽ ആദ്യത്തെ മെത്തേഡിൽ സിമ്പിൾ ഇൻസ്പെക്ഷൻ മെത്തേഡിൽ വെറുതെ നോക്കുക ഏത് ഫ്രീക്വൻസിയാണ് കൂടുതൽ പ്രാവശ്യം റിപ്പീറ്റ് ചെയ്ത് വരുന്നത്, അതിന് നേരെ കിടക്കുന്ന എക്സ് വാല്യൂ ആയിരിക്കും മോഡെന്ന് പറയുന്നത്. നമുക്കൊരു എക്സാമ്പിളിലൂടെ ഇതൊന്ന് ഇല്ലസ്ട്രേറ്റ് ചെയ്യാം. ഇവിടെ എക്സ് 5, 7, 9, 11, 13, 15 ഇത്രയും വാല്യൂസ് നമുക്ക് തന്നിരിക്കുന്നു വിചാരിക്കുക. ഇനി ഇതിൻ്റെ ഫ്രീക്വൻസി 6, 8, 10, 7, 5, 3. ഇവിടെ നോക്കുക, സിമ്പിൾ ഇൻസ്പെക്ഷൻ കൂടുതൽ പ്രാവശ്യം ആവർത്തിച്ച് വരുന്നത് ഏത് വാല്യൂ ആണെന്ന് നോക്കുക. 9 എന്നുള്ള വാല്യൂ ആണ് കൂടുതൽ പ്രാവശ്യം ആവർത്തിച്ച് വരുന്നത്. അതുകൊണ്ട് ഇവിടെ വെറുതെ നോക്കുമ്പോൾ നമുക്ക് മോഡ് കാൽക്കുലേറ്റ് ചെയ്തെടുക്കാം. മോഡ് ഈസ് ഈക്വൽ ടു 9, കൂടുതൽ പ്രാവശ്യം ആവർത്തിച്ച് വരുന്നത്. നമുക്ക് രണ്ടാമത്തെ മെത്തേഡിൽ ഗ്രൂപ്പിംഗ് ആൻഡ് അനാലിസിസ് ടേബിൾ മെത്തേഡ് എന്ന് നോക്കാം. ഗ്രൂപ്പിംഗ് ആൻഡ് അനാലിസിസ് ടേബിൾ മെത്തേഡ്. ഗ്രൂപ്പിംഗ് ആൻഡ് അനാലിസിസ് ടേബിൾ മെത്തേഡിൽ എങ്ങനെയാണ് മോഡ് കാൽക്കുലേറ്റ് ചെയ്തെടുക്കുന്നതെന്ന് നമുക്കൊന്ന് നോക്കാം. ഈ സെയിം ക്വസ്റ്റ്യൻ തന്നെ താഴേക്ക് എഴുതുകയാണ്. എക്സ് 5, 7, 9, 11, 13, 15. ഇനി ഫ്രീക്വൻസി, ഇതിന് നേരെ കിടക്കുന്ന ഫ്രീക്വൻസി 6, 8, 10, 6, 8, 10, 7, 5, 3. ഇനി നമുക്കിത് വെച്ച് ഗ്രൂപ്പിംഗ് ടേബിൾ തയ്യാറാക്കണം. ഗ്രൂപ്പിംഗ് ടേബിൾ ശ്രദ്ധിച്ച് കേട്ട് മനസ്സിലാക്കണം. ഗ്രൂപ്പിംഗ് ടേബിളിൽ ഈ ഫ്രീക്വൻസി നമ്മൾ കൂട്ടി എടുക്കണം. ഫസ്റ്റ് ഗ്രൂപ്പ്, സെക്കൻഡ്, തേർഡ്, ഫോർത്ത്, ഫിഫ്ത്ത് 5 പ്രാവശ്യം നമുക്ക് ഗ്രൂപ്പ് ചെയ്തെടുക്കണം. ആദ്യത്തെ ഗ്രൂപ്പിൽ ഒന്നാമത്തെ രണ്ടാമത്തെ ഈ 2 വീതം 1 മുതൽ ഈ 2 വീതം കൂട്ടിയെടുക്കുക. 8, 6, 14 ഇത്. ഇനി 2 വീതം 10, 7, 17, 5, 3, 8 2 വീതം കൂട്ടിയെടുക്കുക ആദ്യത്തെ ഇതിൽ. ഇനി രണ്ടാമത്തെ സ്റ്റെപ്പിൽ ഒന്നാമത്തേനെ കളഞ്ഞിട്ട് 2 മുതൽ 2 വീതം കൂട്ടിയെടുക്കുക. 10, 8, 18, 7, 5, 12. ഇനി മൂന്നാമത്തെ സ്റ്റേജിൽ 1 മുതൽ 3 കൂട്ടിയെടുക്കുക. 1 മുതൽ 3 കൂട്ടിയെടുക്കുക. 8, 6, 14, 10, 24. പിന്നെ 7, 5, 12, 3, 15. ഇനി നാലാമത്തെ സ്റ്റേജിൽ ആദ്യത്തേനെ വിട്ടിട്ട് 2 മുതൽ 3 വീതം കൂട്ടിയെടുക്കുക. 10, 8, 18, 7, 25. അഞ്ചാമത്തെ സ്റ്റേജിൽ 2 വിട്ടിട്ട്
മൂന്നാമത്തെ മുതൽ 3 കൂട്ടിയെടുക്കുക. 10 7 17 5 22. ഇനി ഇതിലെ ഏറ്റവും വലുതായിട്ട് കിട്ടുന്ന വാല്യൂ ഏതാണെന്ന് റൗണ്ട് ചെയ്യുക, നോക്കുക. വലുതായി കിട്ടുന്ന വാല്യൂ. ഇനി അടുത്ത അനാലിസിസ് ടേബിളാണ്. അനാലിസിസ് ടേബിളിൽ ഇത് ഓരോന്നും എത്ര പ്രാവശ്യം ആവർത്തിച്ച് വരുന്നെന്ന് നോക്കാം. അനാലിസിസ് ടേബിൾ. അനാലിസിസ് ടേബിളിൽ 5 7 9 11 5 7 9 11 13 15. നോക്കുക, ആദ്യത്തെ 17 ഏതൊക്കെ കൂടെ കൂട്ടിയപ്പോഴാണ് 10ഉം 7ഉം കൂടെ കൂട്ടിയപ്പോഴാണ്. അപ്പോൾ 9 ഒരു പ്രാവശ്യം വരുന്നുണ്ട്, 11 ഒരു പ്രാവശ്യം വരുന്നുണ്ട്. ഇനി രണ്ടാമത്തെ 18 ഏതൊക്കെ കൂട്ടിയപ്പോഴാണ് 7 9. അപ്പോൾ ഇവിടെ 7 ഒരു പ്രാവശ്യം വന്നു, 9 ഒരു പ്രാവശ്യം വന്നു. ഇനി അടുത്തത് 24. 24 8 6 14 10 20. 5ഉം 7ഉം 9നും നേരെ കിടക്കുന്നത് കൂട്ടിയപ്പോഴാണ് വന്നത്. അപ്പോൾ 5 ഒരു പ്രാവശ്യം, 7 ഒരു പ്രാവശ്യം, 9 ഒരു പ്രാവശ്യം. ഇനി വീണ്ടും 25. 10 7 17 8 24. 2 മുതൽ 7 9 11. അപ്പം 7 9 11. ഇനി അടുത്തത് 22. 22 എന്ന് പറയുന്നത് ഏതൊക്കെ കൂടെ കൂട്ടിയപ്പോഴാണെന്ന് നോക്കണം. 10 7 17, അതായത് മൂന്നാമത്തെ മുതൽ. അപ്പോൾ 9 11 13. 9 9 9 11 13. അപ്പോൾ ഏറ്റവും കൂടുതൽ പ്രാവശ്യം ഇവിടെ വന്നിരിക്കുന്നത് 9 എന്ന വാല്യൂടെ 5 പ്രാവശ്യം വന്നിട്ടുണ്ട്, 3 ഒരു പ്രാവശ്യമുള്ളൂ. അപ്പോൾ ഇവിടെ മോഡെന്ന് പറയുന്നത് എന്തായിരിക്കും? മോസ്റ്റ് ഫ്രീക്വൻ്റ്ലി ഒക്കറിങ് ഐറ്റം, അതാണ് മോഡ്. സോ ഹിയർ മോഡ് ഈസ് ഈക്വൽ ടു 9. മോഡ് ഈസ് ഈക്വൽ ടു 9 എന്ന് വരും. അപ്പോൾ ഈ ഗ്രൂപ്പിംഗ് ടേബിളും അനാലിസിസ് ടേബിളും നിങ്ങൾ വീണ്ടും റിപ്പീറ്റ് ചെയ്ത് പഠിക്കുക. അപ്പോൾ ഗ്രൂപ്പിങ്ങിൽ ഇതാണ് ആദ്യത്തെ 2 വീതം കൂട്ടുന്നു, ഈ 1 മുതൽ 2 കൂട്ടുന്നു. രണ്ടാമത്തേതിൽ 2 മുതൽ 2 കൂട്ടുന്നു. മൂന്നാമത്തേതിൽ 1 മുതൽ 3 കൂട്ടുന്നു. നാലാമത്തേതിൽ ആദ്യത്തേനെ വിട്ടിട്ട് 2 മുതൽ 3 കൂട്ടുന്നു. അഞ്ചാമത്തെ കോളത്തിൽ 2 വിട്ടിട്ട്, മുകളിലത്തെ 2 വിട്ടിട്ട് 3 മുതൽ 3 കൂട്ടുന്നു. അങ്ങനെ ആ കൂട്ടി കിട്ടുന്നതെല്ലാം ടോട്ടൽ വലിയ തുക, ഏറ്റവും കൂടുതൽ വാല്യൂ എടുത്തിട്ട് നമുക്ക് അത് ഏതൊക്കെ കൂടെ കൂട്ടുമ്പോഴാണ് കിട്ടുന്നതെന്ന് നോക്കുന്നു. ഇവിടെ 9ൻ്റെ നേരെ കിടക്കുന്ന ഏറ്റവും കൂടുതൽ പ്രാവശ്യം കൂട്ടുമ്പോഴാണ് ഇത് കിട്ടുന്നത്. അതുകൊണ്ട് മോഡെന്ന് പറയുന്നത് കൂടുതൽ പ്രാവശ്യം ഒക്കർ ചെയ്യുന്ന ഐറ്റമാണ്. ഇന്നത്തെ ക്ലാസ് എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. നമുക്കിന്ന് ക്ലാസ് വൈൻഡപ്പ് ചെയ്യാം. അടുത്തൊരു ടോപ്പിക്കുമായിട്ട് അടുത്ത ദിവസം കാണാം. താങ്ക് യു.